ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ സ്കൂൾ ബുക്സ് എല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് കവർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രൗൺ ഷീറ്റിന് സെൻറ്റർ പൊസിഷനിലായിട്ട് ബുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വിരലിൽ വെച്ച് കൊടുത്ത ശേഷം ഒരു അളവ് എടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ ഫോൾഡ് ചെയ്യേണ്ടത് ആ ഒരു അളവിന് ഇങ്ങനെ എടുത്തു കൊടുത്ത് അയൺ ചെയ്ത ശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളുടെ ബുക്ക് ആയതുകൊണ്ട് ബുക്കിൻ്റെ സെൻറ്റർ ഭാഗം അത് ബൈൻഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ബൈൻഡ് ചെയ്ത് പോകും കേട്ടോ. എന്നാൽ KG 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുക്ക് പിൻ ചെയ്തതുകൊണ്ട് അത് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ ബ്രൗൺ ഷീറ്റ് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് 2 സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 4 ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത ശേഷം ഈ ബ്രൗൺ ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് ബുക്കിൻ്റെ ബ്രൗൺ ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം അതൊന്നും ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം കവർ ചെയ്യാതെ കേട്ടോ. ഇപ്പോൾ ഈ 4 ഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം 4 വശത്തെയും കോർണർ ഒന്ന് തള്ളി നിൽക്കുന്ന പോലെ കാണാം കേട്ടോ. ആ 4 ഭാഗത്തെയും കൂടി ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റാപ്പർ കൊണ്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിക്കുമ്പോൾ ബുക്കിൻ്റെ ബ്രൗൺ ഷീറ്റ് അനങ്ങൂലായിട്ട് അങ്ങനെ സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഈ കോർണർ ഭാഗമായിട്ട് പിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ കാണിച്ചത് സിമ്പിൾ മെത്തേഡ്, ആർക്കും വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതും കണ്ടോ എത്ര നീറ്റായിട്ട് ബുക്കുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി KG അതുപോലെ 1st and 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളുടെ ബുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ബ്രൗൺ ഷീറ്റായിരുന്നു. ഇനി കാണിക്കേണ്ടത് ഇങ്ങനത്തെ ഗ്ലാസ് ഷീറ്റായിരുന്നു കേട്ടോ. ഗ്ലാസിൻ്റെ ഷീറ്റ് കവർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ടഫാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ ഭാഗം ഇതുപോലെ വിരൽ വെച്ചിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് പിൻ ചെയ്ത ബുക്കാണെന്ന്, ഇത് കാണിച്ചു തരാം. അതുപോലെ ഉണ്ടാകും കേട്ടോ. 2 സൈഡും ഇതുപോലെ പിൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിലോട്ട് നമ്മൾ ആ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പിലോട്ട് ഒന്ന് ആ ഷീറ്റിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം 2 ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 2 ഭാഗം നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ബുക്കിൻ്റെ സൈഡും കൂടി ഒന്ന് ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ല അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കോർണർ ഭാഗം കൂടി ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ടാപ്പർ കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡും അതായത് 4 സൈഡും പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക് യു.